പാലക്കാട് വടക്കംതറയിൽ ബി.ജെ.പി. ബൂത്ത് പിടിച്ചെടുത്ത് അവിടെ ഇപ്പോൾ എൽ.ഡി.എഫ്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു എന്ന വാർത്തയാണ് ലഭിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി എ.കെ. ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, എന്താണ് സംഭവിച്ചത്? അരുൺ, ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം പാലക്കാട് വടക്കംതറയിലെ 46-ാം ബൂത്തിൽ ഉണ്ടായത്. അവിടെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി.ജെ.പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായ എൻ ശിവരാജനാണ്. എൻ ശിവരാജൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ബി.ജെ.പി. പ്രവർത്തകർ തുടർച്ചയായി ഐഡൻറ്റിറ്റി കാർഡ് ഇല്ലാത്ത, തിരിച്ചറിയൽ രേഖയില്ലാത്ത ആളുകളെ വോട്ട് ചെയ്യാൻ കൊണ്ടുവന്നതാണ് അവിടെ പ്രശ്നത്തിന് കാരണമായത്. ഇത്തരത്തിൽ വ്യാപകമായി അവർ പുറത്തുനിന്നും ആളുകളെ എത്തിച്ചു കള്ളവോട്ട് ചെയ്തു എന്നാണ് എൽ.ഡി.എഫിൻ്റെ പരാതി. എൽ.ഡി.എഫ്. സ്ഥാനാർത്ഥി ശരവണദാസ് ഇത്തരത്തിൽ ഒരു പരാതി നേരിട്ട് ജില്ലാ കളക്ടർക്ക് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന്, അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടി, ഇത് സംബന്ധിച്ച് പ്രശ്നപരിഹാരത്തിനുള്ളൊരു നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ എൽ.ഡി.എഫ്. വോട്ടെടുപ്പ്, ഈ 46-ാം വാർഡിലെ വോട്ടെടുപ്പ് ഇപ്പോൾ എൽ.ഡി.എഫ്. ബഹിഷ്കരിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ മാധ്യമപ്രവർത്തകരെ, നമ്മളുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് ചില ശ്രമങ്ങൾ ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ പോലീസ് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഇടപെട്ടാണ് അതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. എൻ ശിവരാജൻ്റെ നേതൃത്വത്തിൽ ബി.ജെ.പി. പ്രവർത്തകർ സ്ഥാനാർത്ഥികൾ, എൽ.ഡി.എഫ്. സ്ഥാനാർത്ഥി ശരവണദാസിനെയും ഒപ്പം ബൂത്ത് ഏജൻറ്റിനെയും അവിടുന്ന് കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യവും നമുക്ക് കാണാവുന്നതാണ്. ഇത്തരത്തിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വ്യാപകമായി കള്ളവോട്ട് ചെയ്യുകയായിരുന്നു ബി.ജെ.പി. എന്ന് വേണം നമുക്ക് പറയാൻ. നിലവിൽ ബി.ജെ.പിയുടെ ഒരു കുത്തകയായ വാർഡ് കൂടിയാണ് ഇത്. എന്നാലും ഇത്തരത്തിൽ ഒരു പ്രകോപനപരമായ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ട് ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നമ്മൾ ചെല്ലുന്ന സമയത്ത് യു.ഡി.എഫ്. സ്ഥാനാർത്ഥി തന്നെ സ്ഥലത്തുണ്ടായിരുന്നില്ല. എൽ.ഡി.എഫ്. സ്ഥാനാർത്ഥിയും എൽ.ഡി.എഫിൻ്റെ ബൂത്ത് ഏജൻറ്റുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്കു നേരെയും കയ്യേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ അവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. നമുക്ക് ശേഷം എത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയും അവർ ഇത്തരത്തിലുള്ള മോശം പരാമർശവും അതേപോലെ തന്നെ കയ്യേറ്റം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പോയത്. എന്തായാലും ജില്ലാ ഭരണകൂടം കാര്യമായൊരു ഇടപെടൽ അവിടെ നടത്തിയില്ല എന്ന് വളരെ വ്യക്തമാണ്. പരാതി നൽകിയിട്ടും ഒരു ഇടപെടലും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാൻ എൽ.ഡി.എഫ്. തീരുമാനിച്ചത്. റീപോളിംഗ് നടത്തുക എന്ന ആവശ്യമാണ് എൽ.ഡി.എഫ്. ജില്ലാ കളക്ടർക്ക് മുമ്പാകെ വെച്ചിരിക്കുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ വോട്ടെടുപ്പ് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. 70% കടന്നു കഴിഞ്ഞു. കഴിഞ്ഞ തവണ 75% പാലക്കാട് ജില്ലയിലെ വോട്ടിംഗ് പെർസെൻറ്റേജ്. അത് ഏകദേശം എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. രാവിലെ കനത്ത മഴയായിരുന്നു. ആദ്യ 2 മണിക്കൂറിൽ 9 മണിവരെ കനത്ത മഴ പാലക്കാട് ജില്ലയിലുണ്ടായി. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിൽ, പ്രത്യേകിച്ച് അട്ടപ്പാടി പോലുള്ള ചില സ്ഥലങ്ങളിൽ ബൂത്തുകളും അതേപോലെ തന്നെ ഊരുകളും ഒറ്റപ്പെട്ട സാഹചര്യം ഉണ്ടായി. ഇവിടങ്ങളിൽ മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാൻ ഇതുവരെ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടാവുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം മറ്റിടങ്ങളിൽ, മഴ മാറിയ ശേഷം മറ്റിടങ്ങളിൽ കൂടുതലായി ആളുകളെ ബൂത്തുകളിൽ എത്തിക്കാൻ ആവശ്യമായൊരു പ്രവർത്തനമാണ് എൽ.ഡി.എഫും യു.ഡി.എഫും അതേപോലെ തന്നെ ബി.ജെ.പിയും നടത്തിയത്. അതിനനുസൃതമായൊരു ആളുകളുടെ വരവ് ബൂത്തിലേക്ക് ഉണ്ടായി എന്നും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അരുൺ.